പാലക്കാട് ചിറ്റൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചു. അമ്മയ്ക്കും 3 കുട്ടികൾക്കും പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടം എന്ന് പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ആദ്യം. നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ഓടുന്നത്. ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറകിൽ നിന്നാണ് തീ വരുന്നത്. അതാണ് നമ്മൾ കണ്ടത്. കുട്ടികളെ എങ്ങനെയൊക്കെയോ തള്ള രക്ഷപ്പെടുത്തിയിട്ട് പുറകിൽ വിട്ടിട്ടുണ്ട്, വണ്ടിയുടെ പുറകിൽ അപ്പുറത്തെ സൈഡ്. അത് കഴിഞ്ഞിട്ട് മുത്തിത്തള്ള അവിടെ നിലവിളിക്കുന്നുണ്ട്. ഇനി അമ്മ കത്തിക്കരിഞ്ഞ് മേൽ പുള്ളിയിട്ട് വെളിയിൽ വന്ന് ഉരുള താഴ്ത്ത് നിലത്ത് വെളിയിൽ കടകളിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാറിൽ കയറുകയാണ്. അപ്പോൾ അമ്മ പെണ്ണിൻ്റെ അമ്മ വരാൻ വൈകി. അപ്പോൾ അവർ കാർ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയില്ല. വണ്ടിയിലുണ്ടായിരുന്നു ഒരു 4 ആൾ. ഫയറും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫയർ സർവീസും അതുപോലെ തന്നെ ആംബുലൻസും എല്ലാം വിളിച്ച് വരുത്തി കൊണ്ടുപോകുന്ന സമയത്താണ് കുട്ടികളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും 80% മൊത്തം 3 കുഞ്ഞുങ്ങളും അമ്മയും. ആദ്യം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ബേണിംഗ് ICU ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പാലാനിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. മറ്റേത് എറണാകുളത്തേക്ക് 2 പേരെ മാറ്റി എന്നാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്നും, നിതിൻ അംബുജൻ എറണാകുളത്ത് ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അവരെ 2 പേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ചികിത്സയിലുള്ളവരുടെ നില എങ്ങനെയാണ്? പാലന ആശുപത്രിയിലെ നഴ്സ് LC മാർട്ടിൻ, അവർക്ക് 38 വയസ്സുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മകൾ അലേന മാർട്ടിൻ, ആ കുട്ടി 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇത് കൂടാതെ ആൽഫി, കുട്ടിക്ക് 6 വയസ്സാണുള്ളത്. പിന്നെ എയ്മി 3 വയസ്സുള്ള പെൺകുട്ടി. ഇങ്ങനെയാണ് ആ പരിക്കേറ്റ ആളുകൾ ഉള്ളത്. എന്തായാലും ഈ 3 പേരിൽ ഈ അമ്മയുടെയും അതുപോലെ തന്നെ അലേന മാർട്ടിന്റെയും ആൽഫിയുടെയും നില ഗുരുതരമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് പോലെ എയ്മി എന്ന പെൺകുട്ടി മാത്രമാണ് പാലന ആശുപത്രിയിൽ. നേരത്തെ നമ്മൾ കണ്ട പ്രതികരണം ഒന്ന്, ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ട അയൽവാസിയായ ജോൺ എന്ന മനുഷ്യന്റേതാണ്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പുറകിൽ നിന്നാണ് തീ കത്തി വന്നിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബം, ഈ അമ്മ ജോലി കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നീട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ ഒരുങ്ങി മക്കൾ ആദ്യം 3 പേരും കാറിൽ കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അമ്മയും കയറി. അമ്മയുടെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. അവർ വാതിൽ പൂട്ടി, കതക് പൂട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. പിന്നീട് തീപിടുത്തമായി മാറുന്നതും. എന്തായാലും ഈ LC മാർട്ടിൻ തന്നെയാണ് ഈ കുട്ടികളെ കൃത്യമായ രീതിയിൽ പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ ജീവന ഭീഷണിയില്ലാത്ത തരത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ അമ്മയ്ക്കും കാര്യമായ രീതിയിലുള്ള പൊള്ളലേറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും ഒക്കെ തന്നെ വിളിച്ചു അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരു 15 നിമിഷത്തിനകം തന്നെ നാട്ടുകാർക്ക് സാധിച്ചു. ആളുകൾ എല്ലാവരും തന്നെ ഓടിക്കൂടിയിരുന്നു. എന്തായാലും ആദ്യം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ശേഷം പാലന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് 3 പേരെ മാറ്റിയെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അവരെ മെഡിക്കൽ സെന്ററിലേക്ക്, എറണാകുളത്തെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയെന്ന് വിവരം വരുന്നുണ്ട്. ആശുപത്രിയിലെ നഴ്സായ LC മാർട്ടിൻ, അതുപോലെ തന്നെ അലേന മാർട്ടിൻ, ആൽഫി എന്ന 3 പേരെ മാറ്റിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിതിൻ അംബുജൻ റിപ്പോർട്ട്. നിതിൻ അതിന്റെ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പാലക്കാട് ചിറ്റൂരിലെ കാർ അപകടത്തിൽ 2 പേരെ ഇപ്പോൾ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരിക്കേറ്റ 2ാമത്തെ കുട്ടിയെയും ഇപ്പോൾ അല്പനിമിഷം മുമ്പ് അവിടെ എത്തിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകും. നിതിൻ, 2 കുട്ടികളെയാണ് അവിടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. വിജുമാർ, അതിദാരുണമായ ഒരു അപകടമാണ് വൈകിട്ട് പാലക്കാട് ചിറ്റൂരിൽ നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലാണ്. ഇപ്പോൾ ഇവിടെ 2 കുട്ടികൾ എത്തിച്ചു. അല്പസം മുമ്പാണ് 2 കുട്ടികളെ എത്തിച്ചത്. മനസ്സിലാക്കുന്ന പ്രകാരം 2 കുട്ടികളുടെയും ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പോൾ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണ്. ഗുരുതരമായ നിലയിലാണ് പൊള്ളലേറ്റത്. ഇവരാണിപ്പോൾ പാലക്കാട് നിന്ന് അല്പസം മുമ്പ് തന്നെ ഇവരെത്തിച്ചത്. ഇനിയിപ്പോൾ കുട്ടിയുടെ അമ്മയെ വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഏതാണ്ട് 7:15 കൂടിയാണ് പാലക്കാട് നിന്ന് ഇവർ പുറപ്പെട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസം മുമ്പ് പാലാരിവട്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടികൾക്കുള്ള ചികിത്സ ആരംഭിച്ചു. ബേണിംഗ് ICU ഇല്ലാത്ത കാരണമാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. വിദഗ്ധ ചികിത്സ ഈ ആശുപത്രിയിൽ നിന്ന്, പൊള്ളലേറ്റ അപകടങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഈ ആശുപത്രിയിൽ നിന്നും ലഭിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ 2 കുട്ടികളെയും ഇവിടേക്ക് എത്തിച്ചത്. ഇവിടേക്ക് കുട്ടികളെ എത്തിക്കുമ്പോൾ പരിക്ക് ഗുരുതരമായിരുന്നു. ഏതാണ്ട് 80%-ലേറെ പൊള്ളലേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളെ എത്തിച്ചത് ഇവരാണ്. എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു സാഹചര്യം? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു വരുമ്പോൾ? അന്നപ്പോൾ നല്ല പൊള്ളലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളൽ ഇറക്കിയത്. അപ്പോൾ 3 പിള്ളേരും ആ ഒരു വണ്ടിയിൽ തന്നെയാണ് വന്നത്. അതിനുശേഷമാണ് അമ്മ വന്നത്.
നല്ല രീതിയിൽ ഇപ്പം ഞങ്ങൾ ഉള്ളിൽ കയറ്റി അപ്പോഴത്തേനും ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പാലിനെ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടറെയൊക്കെ വിളിച്ച് കയറി എമർജൻസി. അപ്പോഴത്തേനും അവിടെ പറ്റില്ല പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഫസ്റ്റ് തന്നെ എമർജൻസി ആയിട്ടുള്ള കൊച്ചിനെ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്നു. ബാക്കിയുള്ളത് പറഞ്ഞാൽ IC വണ്ടി വേറെ പുറത്തുനിന്ന് വിളിച്ച് അങ്ങനെ നമ്മുടെ പുറകെ തന്നെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ തന്നെ എല്ലാ വണ്ടികളും വരുന്നുണ്ടായിരുന്നു. പിന്നെ പോരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ട് കുട്ടികളാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ 2 കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. അമ്മ പുറകെ വരുന്നുണ്ട്. അവരുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുതരമായ ഒരു അവസ്ഥയായിരുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ പുള്ളിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം 60% പൊള്ളലുണ്ട്. ഇനി പുറകെ വരുന്ന അമ്മയ്ക്കും അതേ ഒരു സ്ഥിതിയിലാണ് എല്ലാവരും വരുന്നത്. കുട്ടികൾക്കും ആ നിലയിലാണോ പൊള്ളലേക്ക്? നല്ല പൊള്ളലുണ്ട്. 60% ഉണ്ട്. അതായത് ഇളയ കുട്ടിയെയും പിന്നെ ആൽഫിനെയാണ് എത്തിച്ചത്. ഇളയ കുട്ടിക്കും 50% മേളിലുണ്ട്. 50-55% പൊള്ളലായിട്ടുണ്ട്. ഇളയ കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നത്. അത് 3 വയസ്സുള്ള കൊച്ചു. മുമ്പായിട്ട് ആൽഫി. അതെ ഒരു 80% പൊള്ളലേറ്റിട്ടുണ്ട്. അമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം? അമ്മയുടെ അവസ്ഥയും കുറച്ച് കുട്ടികളെക്കാട്ടിയും അമ്മയ്ക്കാണ് കുറച്ചുകൂടെ കൂടുതൽ. അമ്മയുടെ അവസ്ഥയും ഗുരുതരമാണ്. അല്പസമയത്തിന് തന്നെ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തും. പാലന ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 7:15 കൂടിയാണ് പുറപ്പെട്ടത്. 2 കുട്ടികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ഇപ്പോൾ ഇവിടെ നൽകി വരികയാണ്. അല്പസമയത്തിന് മുമ്പ് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി നിതിൻ, എന്തായാലും 2 കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ എത്തിച്ചിട്ടുണ്ട്. അമ്മയും അല്പസമയത്തിനകം അവിടേക്ക് കൊണ്ടുവരും. പരിക്ക് പൊള്ളൽ ഗുരുതരമാണ് എന്നതാണ് അവിടേക്ക് എത്തിച്ച നാട്ടുകാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബാക്കി ഡോക്ടേഴ്സ് പരിശോധിച്ച ശേഷമായിരിക്കും എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരിക. ഏതായാലും അതിദാരുണമായ ഒരു അപകടമാണ്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണത് പൊട്ടിത്തെറിച്ചത്. അമ്മയും 3 മക്കളുമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് 3 പേർക്കും കാര്യമായ പൊള്ളലേറ്റു. ഈ